ചങ്ങായിമാരെ നമ്മളെ പൂഞ്ഞാലിലെ കക്കൂസ് PC ജോർജ് ഇല്ലേ, PC ജോർജിന്റെ നമ്മ ഷൊണ്ണ ജോർജ് ഇല്ലേ, മൊണ്ണ ജോർജ് പൂഞ്ഞാലിലെ എംഎൽഎനെ ഭീഷണിപ്പെടുത്തിട്ട് എംഎൽഎന്റെ വായി നല്ല വിടിയ നല്ലോണം കിട്ടി. പൂഞ്ഞാലിലെ ടൗണിൽ വെച്ച് നമ്മൾ ഷൊണ്ണ ജോർജ് കുറച്ച് BJP-കാരും കുറച്ച് ക്രിസംഗികളും കൂടി ഉണ്ടാകുമ്പോൾ പ്രസംഗിച്ച് 20 ദിവസത്തിനുള്ളിൽ റോഡ് ശരിയാക്കിയില്ലെങ്കിൽ എംഎൽഎനെ കാല് കുത്താൻ വിടില്ലാന്ന്. കുറച്ച് കഴിഞ്ഞവിടെ സെബാസ്റ്റ്യൻ കൊളത്തുപുഴ MLA ഷൊണ്ണ ജോർജിന്റെ അണ്ണാക്ക് കയറി വെടിപൊട്ടിച്ച്. നമുക്കെന്തായാലും ആദ്യം തന്നെ നമ്മളെ ഷൊണ്ണ ജോർജ് മൊണ്ണ ജോർജ് MLA വെല്ലുവിളിക്കുന്ന വീഡിയോ കണ്ടിട്ട് വരാം. നമുക്കെന്തായാലും ആദ്യം തന്നെ പൂഞ്ഞാലിലെ കക്കൂസ് PC ജോർജിന്റെ മകൻ മൊണ്ണ ജോർജ് MLA സെബാസ്റ്റ്യൻ കൊളത്തുപുഴനെ വെല്ലുവിളിക്കുന്ന വീഡിയോ കണ്ടിട്ട് വരാം. ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, ആ MAയുടെ ബോർഡും വെച്ചുകൊണ്ട് സെബാസ്റ്റ്യൻ കൊളത്തിങ്കൽ പൂഞ്ഞാർ തെക്കേക്കരയുടെ മണ്ണിൽ കാലുകുത്താൻ BJP അനുവദിക്കില്ല. 20 ദിവസം സമയം തരുന്നു, 20 ദിവസം. അതിനുശേഷം ഇവിടെ വന്നാൽ വിവരമറിയുമെന്ന് ബഹുമാനപ്പെട്ട MLA സ്നേഹപുരസ്കാരം അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. MLA കുറച്ച് കഴിഞ്ഞ വാർഡ് സ്നേഹ പുരസ്കാരം ഇതിപ്പം നിന്നിട്ടല്ലേ വെല്ലുവിളിച്ച് MLA ഇരുന്നിട്ട് അണ്ണാക്കിലടിച്ചു കൊടുത്ത്. ഈ മൊണ്ണ ജോർജ് പറഞ്ഞിട്ടില്ലേ 20 ദിവസത്തിനകം റോഡ് ശരിയാകില്ലെങ്കിൽ എംഎൽഎനെ കാല് കുത്താൻ വിടില്ലാന്ന്. അതായത് റോഡിന്റെ പണി പാസ്സായി തുടങ്ങാൻ പോകുന്നു. ആ തുടങ്ങാൻ പോകുമ്പോൾ വന്നിട്ടാണ് 20 ദിവസത്തിനുള്ളിൽ പണി തുടങ്ങിയില്ലെങ്കിൽ എംഎൽഎനെ കാല് കുത്താൻ വിടില്ല. അങ്ങനെ പണി പാസ്സായി 20 ദിവസമല്ല ഒരാഴ്ചക്കുള്ളിൽ പണി തുടങ്ങുന്ന അറിഞ്ഞ ശേഷമാണ് ഈ മൊണ്ണ ജോർജ് വന്നിട്ട് വെല്ലുവിളിക്കുന്നത്. അതിന്റെ സംഭവം മനസ്സിലായില്ലേ? ഈ മൊണ്ണ ജോർജിന്റെ ഭീഷണി മൂലമാണ് MLA ആ പണി തുടങ്ങിയെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൊണ്ണ ജോർജ് ഇമാരി പണിയെടുത്തത്. പക്ഷെ നമ്മളെ MLA വന്നിട്ട് ഇരുന്നിട്ട് ഷൊണ്ണ ജോർജിന് അണ്ണാക്കിൽ അടിക്കുന്ന വീഡിയോ കണ്ടിട്ട് വരാം. പ്രിയപ്പെട്ട ഷോൺ ജോർജ് എനിക്കെതിരെ ഭീഷണിയും വെല്ലുവിളിയും ഒക്കെ ഉയർത്തിയതായിട്ട് അറിഞ്ഞു. ഷോൺ ജോർജിനോട് എനിക്ക് പറയാനുള്ളത്, ഷോൺ ജോർജിന്റെ അപ്പനുണ്ടല്ലോ, സാക്ഷാൽ PC ജോർജ്, അദ്ദേഹം സംവാദത്തിനും തെരഞ്ഞെടുപ്പിനും ഒക്കെ എന്നെ നേരിട്ടപ്പോ വാലി ചുരുട്ടിക്കൊണ്ട് പോയിട്ടുള്ള ചരിത്രം ഷോൺ ജോർജിന് അറിയാമല്ലോ. അതുകൊണ്ട് എന്നെ വെല്ലുവിളിക്കാനും വരട്ടാനും ഒന്നും ഷോൺ ജോർജ് ആയിട്ടില്ല. ഞാൻ ആദ്യം ജനപ്രതിനിധിയാകുമ്പോൾ ഷോൺ ജോർജ് വള്ളിനിക്കറിട്ടുണ്ട് നടക്കുന്ന പ്രായമാണ്. അതുകൊണ്ട് എന്നെ വികസനവും ജനപ്രതിനിധിയായിട്ടുള്ള പ്രവർത്തനം എങ്ങനെ നടത്തണമെന്ന് പഠിപ്പിക്കാറുമായിട്ടില്ല. ഷോൺ ജോർജിന്റെ ക്ലാസ്സൊന്നും എനിക്ക് വേണ്ട. പിന്നെ പൂഞ്ഞാർ തെക്കേക്കരയിൽ കാലുകുത്തിക്കുകയല്ല, വിവരം അറിയും. അതൊക്കെ അങ്ങ് പ്ലാത്തോട്ടത്തിൽ വെച്ചാൽ മതി. പൂഞ്ഞാർ തെക്കേക്കര മാത്രമല്ല, PC ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും വീടിന്റെ മുന്നിൽ കിടക്കുന്ന ഈരാറ്റുപേട്ട ചേർനാട് റോഡേ കൂടെ തന്നെ വരും. വിവരം അറിയിക്കാനൊന്ന് വാ. ചേർനാട് കവല് നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിലൊന്ന് ഇറങ്ങി നിൽക്കാൻ തന്റെ ഇടമില്ലാത്ത ഷോൺ ജോർജ് ആണോ എന്നെ പഠിപ്പിക്കാൻ വരുന്നത്? 2014 മെയ് 16-ാം തീയതി നിങ്ങൾ മറക്കാനിടയില്ലല്ലോ. ഈരാറ്റുപേട്ട സെൻട്രൽ ജംഗ്ഷനിൽ വെച്ച് പോലീസും നാട്ടുകാരും എല്ലാം കൂടെ എടുത്തിട്ട് ചവിട്ടിക്കൂട്ടി മാസങ്ങളോളം ആശുപത്രി കിടന്നും തുരുമ്പ് ചികിത്സ നടത്തി നേരെ നിൽക്കാറായത്. ഇപ്പൊ 10 വർഷം കഴിഞ്ഞുകൊണ്ട് അതിന്റെ ക്ഷീണമൊക്കെ ഇപ്പം അല്പം മാറിയതുകൊണ്ടായിരിക്കും ഇപ്പൊ വീണ്ടും വെല്ലുവിളിയും ഗോഗ്വായുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അല്ലേ. പിന്നെ വികസന കാര്യത്തിൽ ഇതെല്ലാം PC ജോർജ് കൊണ്ടുവന്നതാണ്. 25 വർഷം തകർന്നു കിടന്ന വാഗമൺ റോഡ് ഞാൻ വന്നിട്ടല്ലേ റീടാർ ചെയ്തത്. പിന്നെ PC ജോർജ് ഇവിടെ മുഴുവൻ വികസനം കൊണ്ടുവന്നെന്ന് പറയുമ്പോൾ എനിക്ക് ഒറ്റ വാക്കേ അതിന് പറയാനുള്ളൂ, ലേശം ഉളുപ്പ്. ഒരു കാര്യം ചെയ്യേ, നമുക്കൊരു പരസ്യ സംവാദം നിങ്ങളുമായിട്ടല്ല നിങ്ങളുടെ അപ്പനുമായിട്ട് നടത്തിയേക്കാം. 30 കൊല്ലത്തെ അല്ലെ 40 കൊല്ലത്തെ വികസനവും 4 കൊല്ലത്തെ വികസനവും നമുക്ക് ഒരു പരസ്യ സംവാദം നടത്തിയേക്കാം. പൂഞ്ഞാർ കണ്ടത്ത് എവിടെ വെച്ച് വേണമെങ്കിലും നടത്തിയേക്കാം. പൂഞ്ഞാർ തെക്കേക്കര തന്നെ ആയേക്കാം. ഡേറ്റും സമയം അറിയിച്ചു. വെറുതെ വെല്ലുവിളിയും ആഘാതമൊന്നും ഷോൺ ജോർജ് എന്നോട് വേണ്ട കേട്ടോ. അതൊക്കെ ചെലവാകി നിർത്തുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഷോ ഓഫിന് വേണ്ടി ആളാകാനും ഒക്കെ ഉള്ള ശ്രമമൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഇനി നിങ്ങൾ പറഞ്ഞ ഒരു വിഷയമുണ്ടല്ലോ, വെട്ടിപ്പറമ്പ് റോഡ്, അതുകൂടി ജനങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പറയാം. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലും മറ്റ് 9 പഞ്ചായത്തുകളിലും ജലജീവൻ മിഷന്റെ പദ്ധതി നല്ല ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പൈപ്പിടാൻ റോഡ് പൊളിച്ചിട്ടുണ്ട്. പൊളിച്ചത് പരമാവധി നന്നാക്കിയിട്ടുമുണ്ട്. അതുപോലെ അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണെന്നൊക്കെ പറഞ്ഞല്ലോ. ശരിയാ, നിങ്ങൾ പറഞ്ഞാൽ 60-40 അല്ല 50-50. പക്ഷേ കഴിഞ്ഞ 2 വർഷമായിട്ട് ജലജീവൻ മിഷന് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് തരുന്നില്ല. നിയമസഭയിൽ റോഷി അഗസ്റ്റിൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിയാൽ കേൾക്കാം. ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റ് വെക്കുന്ന വിധം കൊണ്ട് ആ പദ്ധതി മുന്നോട്ട് പോകുന്നത്. ഓരോ മുടന്ന ടൈം പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് തരാതിരിക്കുക, തരേണ്ട 50% പോലും. അപ്പോൾ അതിന്റെ ഭാഗമായി പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിലും ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലും പാലാ നിയോജക മണ്ഡലത്തിലെ തലനാട് ഇത്രയും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക്, അതായത് തീക്കോയി, തെടനാട്, പൂഞ്ഞാർ തെക്കേക്കര, കുട്ടിക്കൽ, പിന്നെ തലനാട്, ഈരാറ്റുപേട്ട നഗരസഭ, ഇത്രയും പ്രദേശങ്ങളിലേക്ക് വെള്ളം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓവർഹെഡ് ടാങ്ക് വെട്ടിപ്പറമ്പിലാണ് പണിതുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പണി ഏതാണ്ട് 13 മുക്കാലുമായി.
25 ലക്ഷം ലിറ്റർ സംഭരിക്കാൻ പറ്റുന്ന ടാങ്കാണ്. അതുകൊണ്ട് തന്നെ ആ ടാങ്കിൽ നിന്ന് വേണം വെള്ളം എല്ലാ പഞ്ചായത്തിലേക്കും കൊണ്ടുപോകാൻ എന്നുള്ളത് കൊണ്ട് മറ്റു റോഡുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നീലൂരെ ശുദ്ധീകരണശാലയിൽ നിന്നും, അതായത് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നും ഈ മുഴുവൻ വെള്ളവും കൊണ്ടിരുന്ന 700 mm വ്യാസമുള്ള പൈപ്പ് ഉൾപ്പെടെ 6 പൈപ്പുകൾ ആ റോഡിൽ കൂടെ ഇടേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പൊ ആ പൈപ്പുകൾ, ഇത്രയേറെ പൈപ്പുകൾ മറ്റൊരു റോഡിലും പൂഞ്ഞാർ നിയമനത്തിൽ ഇടേണ്ടി വന്നില്ല. കാരണം വെട്ടിപ്പറമ്പിലാണ് ഈ ഓവർഹെഡ് ടാങ്ക് 25 ലക്ഷത്തിന് ഏറ്റവും പ്രധാന ടാങ്ക്. മറ്റു ചെറിയൊരു ടാങ്കുകൾ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വെട്ടിപ്പൊളിക്കേണ്ടി വന്നു. അത് വെട്ടിപ്പൊളിച്ചതുകൊണ്ട് ജനങ്ങൾക്ക് വലിയ ദുരിതമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ജനങ്ങളുടെ ദുരിതം മാറ്റാനായിട്ട് ബാധ്യസ്ഥനായ ജനപ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ ഇക്കഴിഞ്ഞ 11-ാം തീയതി, സെപ്റ്റംബർ 11-ാം തീയതി മുണ്ടക്കയം ടിവിയിൽ രാവിലെ 10:30 PWD ഉദ്യോഗസ്ഥരുടെയും ജലജീവൻ മിഷൻ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ യോഗം ഞാൻ വിളിച്ചുകൂട്ടി. ഇന്നലെ മിക്സുള്ളതാണ്. വിളിച്ചുകൂട്ടിയിട്ട് അവിടെ വെച്ച് പരമാവധി ഒരു മാസത്തിനുള്ളിൽ, അതായത് ഒരു മാസം എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ 11-ന് യോഗം കൂടി, ഒക്ടോബർ 10-ന് ഈ ഇത് റീടാർജ് ചെയ്ത് പൈപ്പ് ഏകദേശം കഴിഞ്ഞു. ഇനി കുറച്ച് പൈപ്പ് കൂടെ വാട്ടർ ഇടാനുള്ളൂ. അത് കണക്ഷൻ കൊടുക്കാനുള്ള പൈപ്പുകളൊക്കെ ആ ഭാഗത്ത് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അത് പിന്നീട് ഇട്ടാൽ മതി, 10 കമ്മീഷൻ ചെയ്യുന്നതോടുകൂടി ഇട്ടാൽ മതി. ഇപ്പൊ റോഡിന്റെ ദുരിതം മാറ്റിയാണ് ആവശ്യം. അതുകൊണ്ട് ഒരു മാസത്തിനാണ് റോഡ് റീടാർ ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്കും, കരാറുകാരനെ നിർദ്ദേശം കൊടുക്കും. കരാറുകാരന്റെ പ്രതിനിധി ആ യോഗത്തിൽ പങ്കെടുത്തു. ഈ വിവരം അറിഞ്ഞതിന് ശേഷം ഒരു മാസത്തിനകം റോഡ് നന്നാക്കും. അതുകൊണ്ട് ആ റോഡ് നന്നാക്കുന്നത് ഞാൻ സമരം നടത്തിയിട്ടല്ല, ഞാൻ വെല്ലുവിളിച്ചിട്ടാണ്, ഞാൻ പേടിപ്പിച്ചിട്ടാണെന്ന് വരുത്തി തീർക്കാനുള്ള നാടകം. ഷോൺ ജോർജ്, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള വിവരവും ബോധവും ഉള്ള ആളുകളാണ് പൂഞ്ഞാറ്റിലെ ജനങ്ങൾ. അത് 2021 തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കി കാണുന്നു. അതുകൊണ്ട് അത്തരം വെല്ലുവിളിയും ഗോഗ്വായും ഒന്നും ഇങ്ങോട്ട് വേണ്ട. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി എന്ന് മാത്രമാണ് വിനയപൂർവ്വം എന്റെ ഇളയ സഹോദരന്റെ പ്രായം മാത്രമുള്ള പ്രിയപ്പെട്ട ഷോൺ ജോർജിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നന്ദി. ഈ ഷൊണ്ണ ജോർജിന്റെ അപ്പൻ പൂഞ്ഞാലിലെ കക്കൂസ് PC ജോർജിനെ സ്റ്റേജിൽ വെച്ചിട്ട് ഈ MLA എടുത്തിട്ട് അലക്കിയതാണ്. ആ അപ്പനെ എടുത്തിട്ട് അലക്കിയിട്ട് അവിടെയാണ് മോൻ വന്നിട്ട് ഇയാളുടെ മുട്ടാൻ നിൽക്കുന്നത്. പോയി തരത്ത് പോയി കളിക്കും മൊണ്ണ ജോർജ്. MLA പറഞ്ഞ പോലെ പല പദ്ധതികളും മുടക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഘികൾ കേരളത്തിൽ നോക്കുന്നത്. മുടക്കേന്റെ അവസാനം MLA എങ്ങനെയല്ലോ കഷ്ടപ്പെട്ട് റോഡിന്റെ പണി തുടങ്ങുമ്പോൾ വന്നിട്ട് വെല്ലുവിളിക്കുക. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെല്ലുവിളിച്ചത് കൊണ്ടാണ് MLA പണി തുടങ്ങിയെന്ന് പറയാൻ വേണ്ടി ഇതിലും നല്ല ആ കക്കൂസില്ലേ, ആ കക്കൂസ് തോണ്ടി ജീവിച്ചൂടെ എന്റെ ഷൊണ്ണ ജോർജ്? 3, 4, 7 സംഘികളെയും ക്രിസംഘികളെയും കൂട്ടി വെല്ലുവിളിക്കാൻ പൂഞ്ഞാലിലെ ടൗണിൽ നിന്ന് കഴിഞ്ഞാൽ മുന്നേ MLA പറഞ്ഞിട്ടില്ലേ, മുന്നേ കിട്ടിയതിന്റെ ബാക്കി കൂടി നീ വാങ്ങേണ്ടി വരും. നിനക്ക് പറ്റുന്ന പണിയെന്ന് പറഞ്ഞാൽ സംഘികളും ക്രിസംഘികളും മാത്രം ഉള്ളവർക്ക് പോയിട്ട് വെല്ലുവിളിക്കുക. അത് വീഡിയോ പുറത്തു വരാൻ പാടില്ല. അവരടക്കി ഇരുന്നിട്ട് വെല്ലുവിളിച്ചോട്ടാ. ആ പൊട്ടന്മാർ നിന്റെ വെല്ലുവിളിയെല്ലാം വിശ്വസിക്കും. പൂഞ്ഞാലിന്ന് പണ്ട് അടികൊണ്ട് ഓടിയ ഷൊണ്ണ ജോർജാണെന്ന് അവർക്കറിയില്ലല്ലോ. അതൊന്നും അറിയാത്തോണ്ട് നീ അവരെ മുന്നിൽ മാസ് കളിച്ചോ. അല്ലാണ്ട് MLA പൂഞ്ഞാലിൽ വന്നിട്ട് MLA തടിയും തുടയുന്നെല്ലാം പറഞ്ഞാല് എട്ടിന്റെ പണി എനിക്ക് കിട്ടും. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഷൊണ്ണ ജോർജിനും ഷൊണ്ണ ജോർജിന്റെ അച്ഛൻ പൂഞ്ഞാലിലെ വലിയ കക്കൂസ് PC ജോർജിനും നല്ലൊരു സുലാൻ.